ഹേയ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മോർണിംഗ് റൊട്ടീൻസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്നും ചെയ്യാറുള്ള പോലെ തന്നെ ചായക്ക് വെള്ളം വെക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഒരു ചായ കുടിക്കുന്ന പതിവുണ്ട് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായ ഫസ്റ്റ് തന്നെ വെക്കും. അപ്പോൾ ഇന്ന് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ട് പൊടി നനച്ച് വെക്കുകയാണ്. പിന്നെ ചില ദിവസം രാവിലെ എണീറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല മടിയായിരിക്കും പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു മിനി വ്ളോഗായി ഷൂട്ട് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മടിയൊക്കെ മാറ്റി വെക്കും. അങ്ങനെ പുട്ടിനുള്ള പൊടിയൊക്കെ നനച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചോറിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ളതും കുക്ക് ചെയ്യലാണ്. പിന്നെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് പുട്ടിൻ്റെ കൂടെ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ മീൻകറി രാവിലേക്കും ഉച്ചക്കും കൂടിയിട്ട് ഞാൻ ഒരുമിച്ചിട്ടൊരു കറിയാക്കുകയാണ്. അങ്ങനെ മീൻകറിക്കുള്ളതൊക്കെ അരിഞ്ഞു വെക്കാനുള്ളതൊക്കെ തൊലി കളയാനുള്ളതൊക്കെ ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനിടയിലായിട്ട് തന്നെ ചോറിന് വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരി എടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒന്നിൻ്റെ ഇടയിലേക്കൂടെ ആയിട്ട് ഓരോന്ന് ചെയ്യാണ്. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ പുട്ടും ആയിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരുമിച്ച് കുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ടി വരും ഓരോന്നിൻ്റെ ഇടയിലായിട്ട്. പക്ഷേ അപ്പോഴത്തെ തിരക്കിനെ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തീർന്ന് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. ഇനി മീൻകറിക്കുള്ളതൊക്കെ ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മീൻകറിയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി, വലിയ ഉള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെ എല്ലാതും കൂടി ഇട്ടിട്ട് എണ്ണയിലിട്ടൊന്ന് വാട്ടുകയാണ്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും വലിയ ജീരകമൊക്കെ ആഡ് ചെയ്യാം. പിന്നെ പുളി ആഡ് ചെയ്യാതെയാണ് ഞാൻ ഈ ഒരു മീൻകറി ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പുളിയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ അതവിടെ അങ്ങനെ നന്നായി ചൂടായി വരുന്ന ടൈമിൽ വേഗം പോയിട്ട് കറിക്കുള്ള മീനൊക്കെ ഒന്ന് പോയിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കറിക്കുള്ളത് മാത്രം ഫസ്റ്റ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന് ശേഷമാണ് മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നത്. അങ്ങനെ അരച്ചെടുത്തുള്ള പേസ്റ്റ് വീണ്ടും ചട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടികളൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന ടൈമിൽ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുള്ള മീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും ചേർത്ത് അത് നന്നായി തിളപ്പിച്ചെടുക്കുകയാണ്. അത്രയേ ഉള്ളൂ മീൻ കറി. പിന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് മത്തനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്ത് വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അതങ്ങനെ വേവിക്കാൻ വെച്ച ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടിലേക്ക് ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഇപ്പോൾ വെച്ച മീൻ കറി എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മീനും കൂടി ക്ലീൻ ചെയ്ത് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മത്തനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കിച്ചണിലെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഇതാ 9:10 പിന്നെ കുറച്ച് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മോളെ ഫ്രഷാക്കി കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒരു കയ്യിൽ ഫോണുള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം.